Hi friends, welcome to my channel. Today's topic of discussion is SN Open University BA English third Sem Prose and Fiction The Old Man and Sea by Ernest Hemingway. The Old Man and Sea by Ernest Hemingway. Ernest Hemingway is one of the greatest figures in world fiction. His novels and short stories are the artistic expression of his personal experience. His everlasting fame exists on his masterpiece, The Old Man and Sea. Okay. അപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്നത് വേൾഡ് ഫിക്ഷൻ, നോട്ട് ഓൺലി ഇൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ബട്ട് ഓൾസോ ഇൻ വേൾഡ് ഫിക്ഷൻ കൺസിഡർ ചെയ്താൽ ഗ്രേറ്റസ്റ്റ് ഫിഗർ ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് ആണ് ആരാ? ഏണസ്റ്റ് ഹെമിംഗ്വേ. ഏണസ്റ്റ് ഹെമിംഗ്വേ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിഗേഴ്സ് ഇൻ വേൾഡ് ഫിക്ഷൻ. ആസ് എ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഹി അക്വയർഡ് ഗ്രേറ്റസ്റ്റ് ഫെയിം. ഹിസ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആർ ദി ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഓഫ് അയാളുടെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസസിൻ്റെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൺ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഫെയിം ആസ് എ നോവലിസ്റ്റ് എന്നുള്ള ആ ഒരു എവർലാസ്റ്റിംഗ് ഫെയിം എക്സിസ്റ്റ് ചെയ്യുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മാസ്റ്റർ പീസായിട്ടുള്ള ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന നോവലിലൂടെയാണ്. ദിസ് നോവൽ ബേസ്ഡ് പാർട്ട്ലി ഓൺ ഫിക്ഷൻ ആൻഡ് പാർട്ട്ലി ഓൺ ആക്ച്വൽ ഒക്കറൻസസ്. പാർട്ട്ലി ഫിക്ഷനെ ബേസ് ചെയ്തിട്ടും പാർട്ട്ലി ആക്ച്വൽ ഒക്കറൻസസിനെ ബേസ് ചെയ്തിട്ടുമുള്ള ഒരു നോവലാണ് ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്നത്. In 1952, Hemingway published this novel and it was the last novel he published before committing suicide in 1961. അപ്പോൾ 1961 ഹെമിംഗ്വേ സൂയിസൈഡ് ചെയ്യുന്നത്. ആ സൂയിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ആ ലാസ്റ്റ് നോവലാണ് ഏതാ? ഈ ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്നത്. പബ്ലിഷ് ചെയ്യുന്നത് 1952. Ernest Hemingway was awarded the Nobel Prize for Literature in 1954. 1954 ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയ ആർക്കാ? ഏണസ്റ്റ് ഹെമിംഗ്വേക്ക്. ഓക്കെ. അപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ലാസ്റ്റ് നോവലാണ് ഏതാ? ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്നത്. ദ പ്ലോട്ട് കൺസ്ട്രക്ഷൻ ഇൻ ദ നോവൽ ഈസ് റിമാർക്കബിളി സിമ്പിൾ. വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ട് കൺസ്ട്രക്ഷനാണ് ഈ ഒരു നോവലിൽ വരുന്നത്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ എപ്പിക് സ്ട്രഗിൾ ബിറ്റ്വീൻ ആൻ ഓൾഡ് ഫിഷർമാൻ ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ക്യാച്ച് ഓഫ് ഹിസ് ലൈഫ്. ഈ ഒരു ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന നോവലിലെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു എപ്പിക് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് സ്ട്രഗിൾ, ഒരു നോബിളായിട്ടുള്ള സ്ട്രഗിൾ, ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രഗിളാണ്. ആരൊക്കെ തമ്മിലെന്ന് ചോദിച്ചാൽ ബിറ്റ്വീൻ ആൻ ഓൾഡ് ഫിഷർമാൻ, സാന്റിയാഗോ എന്ന് പറയുന്ന ഓൾഡ് ഫിഷർമാനും അതുപോലെ അയാളുടെ ലൈഫിലുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാച്ച്, ആ ഒരു ഫിഷ് അല്ലേ? ഏത് ഫിഷാ? മാർലിൻ എന്ന് പറയുന്ന ആ ഒരു ഫിഷ്. അപ്പോൾ ആ രണ്ടുപേരും തമ്മിലുള്ള സ്ട്രഗിളാണ്, എപ്പിക് സ്ട്രഗിളാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഈ ഒരു നോവലിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ദിസ് നോവൽ ഷോസ് ഹെമിംഗ്വേസ് നറേറ്റീവ് ആർട്ട് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആൻഡ് സ്റ്റൈൽ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ്. അപ്പോൾ ഈ നോവലിൻ്റെ നരേറ്റീവ്, ആ ഒരു എൻ്റയർ നരേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് നറേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് വളരെ ഫൈനായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ ഈ നോവലിലൂടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ നോവലിൽ തന്നെ വളരെയധികം ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഏറ്റവും വളരെ എലഗൻ്റായിട്ടുള്ള അച്ചീവ്മെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോവൽ എന്ത് ചെയ്തേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. അത് ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പാർട്ട്ലി അത് റിയലിസ്റ്റിക് ആണ്, അതും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റൈലിലാണ് ഈ ഒരു നോവലിൽ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നരേഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട്, സോഫ്റ്റായിട്ട്, ഡയറക്റ്റായിട്ടുള്ള നരേഷനാണ്. അതുപോലെ ഒരു സബ് പ്ലോട്ട് എന്ന് പറയുന്ന സംഭവം ഈ നോവലിൽ വരുന്നില്ല. ദെയർ ഈസ് നോ മാനിഫെസ്റ്റ് സബ് പ്ലോട്ട്. അതുപോലെ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു കണ്ടിന്യൂവേഷനിലാണ് സ്റ്റോറി പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് എനി ഡിവിഷൻ
ഓർ ചാപ്റ്റർ ബ്രേക്സ്, അല്ലേ, ചാപ്റ്റർ ബ്രേക്കോ ഡിവിഷനോ ഒന്നും ഇല്ലാതെ ഒരു കണ്ടിന്യൂവേഷനിലാണ് ഈ ഒരു നോവലിലെ സ്റ്റോറി മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ പ്ലോട്ടിലേക്ക് പോകാം, സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ടിൽ മെൻഷൻ ചെയ്യുന്നത് ദ പ്ലോട്ട് കൺസേൺസ് ദ ഇൻസിഡൻസ് ഓഫ് ദ ലൈഫ് ഓഫ് സാന്റിയാഗോ, an impoverished old man who has endured many ordeals, whose best days are behind him, whose wife died and who never had children. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി ആരുടെ സ്റ്റോറിയാണ് ഈ നോവലിൻ്റെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്? സാന്റിയാഗോ ആണ്. സാന്റിയാഗോ ആണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. ആൻഡ് സാന്റിയാഗോ ദ ഓൾഡ് മാൻ ഓഫ് ദ നോവൽ, ആൻഡ് he is an old Cuban fisherman, അല്ലേ, he is the fisherman from Cuba. ക്യൂബയിലെ ഒരു ഫിഷർമാനാണ്, ഒരു ഓൾഡായിട്ടുള്ള ഫിഷർമാനാണ് നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഓൾഡ് മാൻ സാന്റിയാഗോ. He always dreams of his young days as a sailor visiting Africa and of seeing lions there on the beach, അല്ലേ, എപ്പോഴും ഡ്രീം ചെയ്യുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന ഓൾഡ് ഫിഷർമാൻ്റെ ഡ്രീമിൽ എപ്പോഴും കാണുന്നത് അയാളുടെ യങ് ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ഡ്രീംസാണ്. എ സെയിലർ വിസിറ്റിംഗ് ആഫ്രിക്കയിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സെയിലർ എന്നുള്ള ആ ഒരു യങ് ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ഡ്രീംസാണ് എപ്പോഴും ആര് കാണുന്നത്? നമ്മുടെ സാന്റിയാഗോ എന്ന് പറയുന്ന ഓൾഡ് ക്യൂബൻ ഫിഷർമാൻ. അത് മാത്രമല്ല, ഡ്രീംസിൽ ആൻഡ് ഓഫ് സീയിങ് ലയൺസ് ദെയർ ഓൺ ദ ബീച്ച്, ബീച്ചിൽ ആരെ കാണുന്നു? ലയൺസിനെ കാണുന്നു, അല്ലേ, ലയൺസിനെയും എവിടെ കാണുകയാണ്? ബീച്ചിൽ കാണുകയാണ്. അപ്പോൾ ലയൺസിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഈ ഓൾഡ് ഏജിലും അത്രത്തോളം കറേജും സ്ട്രെങ്തിൻ്റെയൊക്കെ സിമ്പലാണ്, അത്രയും കറേജിയസ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്, ലയൺസിനെ ഡ്രീം കാണുക എന്ന് പറയുമ്പോൾ. ആൻഡ് for 84 days Santiago went out fishing in vain. He dreamed of catching something big, but he drew blank. On the 85th day he went far out along the Gulf Stream in the North Atlantic Ocean. His course took him far into the north of Havana, Cuba. അപ്പോൾ 84 ഡേയ്സ് സാന്റിയാഗോ ഫിഷിങ്ങിന് പോകുന്നു. ബട്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, അത് യാതൊരു യൂസ് ഇല്ലാതെയായിട്ട് മാറുന്നു. ഓരോ ദിവസം പോകുമ്പോഴും അടുത്ത ദിവസം കുറച്ചുകൂടെ ഏറ്റവും ബിഗ്ഗായിട്ടുള്ളത് ക്യാച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സാന്റിയാഗോ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹി ഓൾവേസ് ഡ്രീംസ് ഓഫ് ഹി ഡ്രംഡ് ഓഫ് ക്യാച്ചിങ് സംതിങ് ബിഗ്, അല്ലേ, ബിഗ്ഗായിട്ടുള്ള എന്തെങ്കിലും ക്യാച്ച് ചെയ്യാമെന്നുള്ള ആ ഒരു ഡ്രീമുണ്ട്. 84 ഡേയ്സ് എന്ത് ചെയ്തു? ഫിഷിങ്ങിന് പോയി. ബട്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ആൻഡ് ഹി ഡ്രംഡ് ഓഫ് ക്യാച്ചിങ് സംതിങ് ബിഗ്, ബട്ട് ഹി ഡ്രൂ ബ്ലാങ്ക്. പക്ഷേ ഒന്നും നടക്കുന്നില്ല, ഫിഷൊന്നും കിട്ടുന്നില്ല. അത്രയും ഏകദേശം കുറച്ച് ഡേയ്സ് ആരുണ്ടായിരുന്നു? മനോലിൻ എന്ന് പറയുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു. ആരുടെ കൂടെ? ഈ സാന്റിയാഗോയുടെ കൂടെ. ബട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ മനോലിനും ആരെ ഉപേക്ഷിച്ച് പോവുകയാണ്? സാന്റിയാഗോയെ ഉപേക്ഷിച്ച് പോവുകയാണ്. സാന്റിയാഗോ ഒറ്റയ്ക്കായിട്ട് മാറി, ഫിഷിങ്ങിൽ ഒറ്റയ്ക്കായിട്ട് മാറി. ഹി വെൻറ്റ് ഫാർ ഔട്ട് അലോൺ ഇൻ ദ ഗൾഫ് സ്ട്രീം ഇൻ ദി നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. എന്നിട്ട് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഗൾഫ് സ്ട്രീമിലേക്ക് കുറച്ച് ദൂരയിലേക്ക് ആര് പോവുകയാണ്? ഫിഷിങ്ങിന് സാന്റിയാഗോ പോവുകയാണ്. ഹിസ് കോഴ്സ് ടുക്ക് ഹിം ഫാർ ഇൻ ടു ദി നോർത്ത് ഓഫ് ഹവാന, ക്യൂബ. അപ്പോൾ എവിടേക്ക് എത്തി? ക്യൂബയിലേക്ക് എത്തി. കുറേ ദൂരത്തേക്ക് എത്തി, കടലിൽ കുറേ ദൂരത്തേക്ക് എത്തുന്നു. ദ സെയിം ഡേ സാന്റിയാഗോ ഹൂക്ക്ഡ് എ മാർലിൻ. അപ്പോൾ ആ അത്രയും ദൂരെ എത്തുന്ന ആ ഒരു ദിവസമാണ് ആരെ പിടിക്കുന്ന ബോട്ടിൽ നിന്ന് മാർലിൻ എന്ന് പറയുന്ന ഒരു ഫിഷ് ഹൂക്കിലായി. ഇറ്റ് വാസ് എ ഹ്യൂജ് ഫിഷ് മെഷറിങ് 18 feet ഫ്രം ദ നോസ് ടു ടെയിൽ. അപ്പോൾ അതൊരു വലിയൊരു ഗ്രേറ്റ് ക്യാച്ച് ആയിരുന്നു, ഒരു ഹ്യൂജ് ഫിഷായിരുന്നു. 18 feet ഉണ്ട്, നോസ് ടു ടെയിൽ വരെ 18 feet കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എത്രയാണെന്ന് നിങ്ങൾക്കത് ഒന്ന് ഗസ് ചെയ്യാം. 18 feet ലെങ്ത് ഉള്ള ഒരു ഫിഷാണ്. ഇറ്റ് വാസ് ലോങ്ങർ ദാൻ ദി ബോട്ട് ഇൻ വിച്ച് ദ ബിഗ് ഫിഷർമാൻ ഓൾഡ് ഫിഷർമാൻ സെയിൽഡ്. ആ ഒരു ഫിഷ് എന്ന് പറയുന്നത് ബോട്ടിനെക്കാളും, നമ്മുടെ സാന്റിയാഗോയുടെ ബോട്ടിനെക്കാളും ഭയങ്കരമായിട്ട് എന്തായിരുന്നു? ലെങ്തി ആയിട്ടുള്ളൊരു ഫിഷായിരുന്നു ആ മാർലിൻ എന്ന് പറയുന്ന ഫിഷ്. ആൻഡ് ദ ജയൻറ്റ് മാർലിൻ വെയ്ഡ് വെൽ ഓവർ 1500 pounds. സാന്റിയാഗോ മെയ്ഡ് എ
റഫ് കാൽക്കുലേഷൻ. സാന്റിയാഗോ ആ ഫിഷിനെയൊക്കെ ഇങ്ങനെ ഏകദേശം ഭയങ്കര വെയിറ്റ് ഉണ്ടാവും, ഒരു 1500 pounds വെയിറ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു റഫ് കാൽക്കുലേഷൻ ആരും നടത്തുകയാണ്? സാന്റിയാഗോ നടത്തുകയാണ്. ദ എഡിബിൾ പാർട്ട് ഓഫ് ദ ഫിഷ് കുഡ് ഫെച്ച് ഹിം എ മിനിമം ഓഫ് $300. അപ്പോൾ ഫിഷിൻ്റെ എഡിബിൾ പാർട്സ് കൊടുത്താൽ തന്നെ ഏകദേശം എത്ര ഡോളേഴ്സ് കിട്ടും? $300 കിട്ടുമെന്നുള്ള ഒരു അസംഷനിലേക്ക് ആര് മാറുന്നു? നമ്മുടെ സാന്റിയാഗോ ഒരു റഫ് കാൽക്കുലേഷനിലേക്ക് മാറുന്നു. സാന്റിയാഗോ വാസ് പ്രൗഡ് ഓഫ് ഹിസ് ക്യാച്ച്. ദ ഫിഷ് വാസ് എ ഡ്രീം കം ട്രൂ ഫോർ എനി ഫിഷർമാൻ. അപ്പോൾ സാന്റിയാഗോ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? എൻജോയ് ചെയ്യുന്നു. അപ്പോൾ സാന്റിയാഗോയുടെ ആ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി പ്രൗഡ്. ആൻഡ് ഈ ഒരു ഫിഷ് അല്ലേ, ഇത്രയും ലെങ്തുള്ള ആ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഒരു ഡ്രീം ആയിരുന്നു സാന്റിയാഗോയ്ക്ക്. ഏതൊരു ഫിഷർമാനും ട്രൂ ആക്കി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു ഫിഷർമാൻ്റെയും ഡ്രീമാണ് ഇങ്ങനെയുള്ളൊരു ലെങ്തി ആയിട്ടുള്ള ഇത്രയും വെയിറ്റുള്ളൊരു ഫിഷിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ള ഏതൊരു ഫിഷർമാൻ്റെയും ഡ്രീമാണ്. ആരിലൂടെ ഇപ്പോൾ ഇവിടെ പ്രാക്ടിക്കലായി മാറിയത്? സാന്റിയാഗോയിലൂടെ. സാന്റിയാഗോ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറുന്നു. ഇറ്റ് വാസ് ആൻ അൺകോമൺലി ബിഗ് ഫിഷ് അല്ലേ, അത് ഒരു അസാധാരണമായിട്ടുള്ള അത്രയും വലിപ്പത്തിലുള്ള ഫിഷ് ഇതുവരെ സാന്റിയാഗോ കണ്ടിട്ടില്ല. അത്രയും വലിപ്പത്തിലുള്ളൊരു ഫിഷായിരുന്നു. ആൻഡ് ഓഫ് ആൻ അൺയൂഷ്വലി പവർഫുൾ ബിൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫിഷായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫിഷായിരുന്നു. ആൻഡ് ഇറ്റ് റെഫ്യൂസ് ടു ബി ഈസിലി ടൈംഡ് ഓർ കട്ട്. അപ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ടൈം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അത് ആർക്ക് മനസ്സിലായി? സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. ഇറ്റ് ഡ്രാഗ്ഡ് ദ ഓൾഡ് മാൻ ഫാദർ ഔട്ട് ഓൺ ദ സീ. അപ്പോൾ ഈ കടലിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഫിഷ് സാന്റിയാഗോയെ. ദ റൈഡ് കണ്ടിന്യൂഡ് ഫോർ 3 days. 3 days ഈ ഒരു ഫിഷ് സാന്റിയാഗോയും കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുക, ഡീപ് സീയിലേക്ക് പോവുകയാണ്. സാന്റിയാഗോ allowed himself to be so driven. He knew only too well that he had to tire the fish running it thus. Only then could we catch it. അപ്പോൾ സാന്റിയാഗോ ഈ ഫിഷ് കൊണ്ടുപോകുന്നത് പോലെ സാന്റിയാഗോ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. കാരണം സാന്റിയാഗോയ്ക്ക് മനസ്സിലായി ഈ ഫിഷിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, അത്ര ഈസി അല്ല. അതുകൊണ്ട് ഈ ഫിഷ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ടയേർഡ് ആവുകയാണെങ്കിൽ അതിനെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സാന്റിയാഗോ ഫിഷിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുകയാണ്. ഓൺ ദി 3rd day, മൂന്നാമത്തെ ദിവസം, ദ ഫിഷ് ലീപ്ഡ് അപ്പ് ഫ്രം ദ വാട്ടർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഈ ഫിഷ് വാട്ടറിൽ നിന്നും ഇങ്ങനെ ലീപ്പ് അപ്പ് ചെയ്തു, മുകളിലേക്ക് എടുത്ത് ചാടി. ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ത്രില്ലിംഗ് സൈറ്റ് ടു സാന്റിയാഗോ. സാന്റിയാഗോ വിചാരിക്കാൻ പറ്റാത്ത ആ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആർക്കുണ്ടാവുകയാണ്? സാന്റിയാഗോയ്ക്ക് ഉണ്ടാവുകയാണ്. കാരണം ആ ഒരു ഫിഷിനെ ആ ഒരു ഫസ്റ്റ് സൈറ്റ് തന്നെ സാന്റിയാഗോ ഭയങ്കരമായിട്ട് ഇറ്റ് വാസ് വെരി ത്രില്ലിംഗ് ടു സാന്റിയാഗോ. ഹി ബിഗെയിം അവെയർ ഓഫ് ഇറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ആ ടൈമിലാണ് ആ ഫിഷിൻ്റെ സൈസും ഷേപ്പും ഒക്കെ സാന്റിയാഗോ എന്ത് ചെയ്യുന്നത്? അവെയർ ആവുന്നത്. ആദ്യം ഒരു റഫ് കാൽക്കുലേഷനാണ് കൊടുത്തത്, 18 feet ഉണ്ടാവും, 1500 pounds വെയിറ്റ് ഉണ്ടാവും എന്നൊക്കെ. ഈ ഫസ്റ്റ് ടൈം വെൻ ദ ഫിഷ് ലീപ്ഡ് ഫ്രം ദ വാട്ടർ, സാന്റിയാഗോ he was totally filled with happiness and he became aware of its size and shape. It had obviously beaten all his expectations. അയാളുടെ എക്സ്പെക്റ്റേഷൻസിനെ എല്ലാം ബീറ്റ് ചെയ്ത് കളഞ്ഞു ഈ ഫിഷ്. He had to be prepared for the stiff fight, a manly one, in order to conquer the marlin. അപ്പോൾ അറ്റ് ഫസ്റ്റ് സാന്റിയാഗോ തിങ്ക് ചെയ്ത് ഇങ്ങനെ ബോട്ടിനെയും മൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഫിഷ് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഫിഷ് ടയേർഡാവും. ആ സമയത്ത് ഫിഷിനെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ സാന്റിയാഗോയ്ക്ക് മനസ്സിലായി അതൊരു സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ല. ഹി ഹാഡ് ടു പ്രിപ്പയർ. ഇനി എന്ത് ചെയ്യണം? എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം? ഒരു റഫായിട്ടുള്ള ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട്, കുറച്ച് ഹാർഡായിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു മാൻലി വൺ. ഇപ്പോൾ ഓൾഡ് ഏജ് ആണ്, പവർഫുള്ളായിട്ടുള്ള ഒരു ഫൈറ്റായിരിക്കും ആ ഒരു ഫിഷുമായിട്ട് ഉണ്ടാകാനുള്ളത് അല്ലേ. അറ്റ് ടൈംസ് സാന്റിയാഗോ ഫെൽറ്റ് ടെറിബ്ലി ലോൺലി ആൻഡ് ഡിപ്രസ്ഡ്. സംടൈംസ് സാന്റിയാഗോ എന്ത് ചെയ്യും? ഏകദേശം ഒറ്റയ്ക്കായതുപോലെ തോന്നും, ഡിപ്രസ്ഡ് ആയതുപോലെ തോന്നും. ആ ഒക്കേഷനിലൊക്കെ എന്ത് ചെയ്യുന്നു?
ഹി വുഡ് വിഷ് ഇഫ് ഹിസ് യങ് ഫ്രണ്ട് മനോലിൻ, ആ സമയത്ത് എപ്പോഴാണ് ഒറ്റയ്ക്കാവുന്നത്? വെൻ ഹി ഫെൽറ്റ് ഹി വാസ് ലോൺലി, അറ്റ് ദാറ്റ് ടൈം ആരെക്കുറിച്ച് ഓർമ്മിക്കും? അയാളുടെ ഫ്രണ്ട് അല്ലെ, യങ് ഫ്രണ്ടായ മനോലിനെ കുറിച്ച് ഓർമ്മിക്കും. ആൻഡ് മനോലിൻ ഹാഡ് ബീൻ ട്രെയിൻഡ് ബൈ ഹിം വൈൽ സ്റ്റിൽ എ ചൈൽഡ്. ഒരു കുട്ടിയായിരുന്ന സമയം മുതലേ മനോലിനെ ആര് ട്രെയിൻ ചെയ്യുകയായിരുന്നു? സാന്റിയാഗോ ട്രെയിൻ ചെയ്യുകയായിരുന്നു. നൗ ഹി ഹാഡ് ബിക്കം ആൻ എക്സ്പെർട്ട്. ഇപ്പോൾ മനോലിൻ ഒരു എക്സ്പെർട്ടായിട്ട് മാറി. ഹിസ് ഫാദർ ഹാഡ് ആസ്ക്ഡ് ഹിം ടു ഗോ വിത്ത് സം അതർ ഫിഷർമാൻ. ബിക്കോസ് ഫാദറാണ് മനോലിനോട് പറഞ്ഞത് വേറെ ഏതെങ്കിലും ഫിഷർമാനോട് കൂടി പോകണം. കാരണം ഇന്ന് ഈ ഓൾഡായിട്ടുള്ള ഫിഷർമാൻ സാന്റിയാഗോയുടെ കൂടെ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ യാതൊന്നും കിട്ടത്തില്ല, ഫിഷ് കിട്ടത്തില്ല അല്ലേ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഫിഷർമാനെ ചൂസ് ചെയ്യാൻ ഫാദറാണ് മനോലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ദ ബോയ് ഹാഡ് റാദർ അൺവില്ലിംഗ്ലി ഒബേഡ് ഹിസ് ഫാദർ. ബട്ട് മനോലിൻ ആരുടെ കൂടെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? സാന്റിയാഗോയുടെ കൂടെ ഫിഷിങ്ങിന് പോകാനാണ് മനോലിന് ഇൻട്രസ്റ്റ് ഉള്ളത്. പക്ഷേ ഫാദറിനെ ഒബേ ചെയ്തുകൊണ്ട് അതർ ഫിഷർമാൻ്റെ കൂടെ ഫിഷിങ്ങിന് പോകുന്നു അൺവില്ലിംഗ്ലി. ഹി ഓൾവേസ് വാണ്ടഡ് ടു ഗോ ഔട്ട് ഫിഷിംഗ് ഇൻ സാന്റിയാഗോസ് കമ്പനി. ഹി വാസ് എവർ ഡിവോട്ടഡ് ടു ദ ഓൾഡ് മാൻ. എപ്പോഴും ആർക്ക് ഡിവോട്ടഡ് ആയിരുന്നു? സാന്റിയാഗോ എന്ന് പറയുന്ന ഓൾഡ് മാന് ഡിവോട്ടഡ് ആയിരുന്നു. ആരാ? നമ്മുടെ ഈ മനോലിൻ കേട്ടോ. സാന്റിയാഗോ നൗ ഫെൽറ്റ് ഹി ഹാഡ് വെഞ്ചേർഡ് ഔട്ട് ടു ഫാർ ഇൻ ഹിസ് മാർലിൻ അറ്റംപ്റ്റ് അല്ലേ. സാന്റിയാഗോയ്ക്ക് മനസ്സിലായി സാന്റിയാഗോ സീഡ് ഒരുപാട് ഡീപ്പിലേക്ക് ആയി കഴിഞ്ഞു. ഇറ്റ് ട്രൈഡ് ഹിസ് ടൈം, എനർജി ആൻഡ് പേഷ്യൻസ്, ബട്ട് ദ ഓൾഡ് മാൻ സ്റ്റക്ക് ടു ഹിസ് സ്റ്റേഷൻ. ഹി വുഡ് നോട്ട് ഗിവ് അപ്പ്. ഒരുപാട് ടൈമൊക്കെ വേസ്റ്റായി. പക്ഷേ നമ്മുടെ ഈ സാന്റിയാഗോ ടൈം കളയാൻ ഇനി ആഗ്രഹിച്ചില്ല. അതുപോലെ ആ ഒരു ഗ്രേറ്റ് ക്യാച്ച് അല്ലേ, ആ മാർലിൻ എന്ന് പറയുന്ന ഫിഷിനെ കളയാനും ആഗ്രഹിച്ചില്ല. ഹി റിയലൈസ്ഡ് ദാറ്റ് മാൻ വാസ് ബോൺ ടു ബെയർ പെയിൻ ആൻഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ബി ഡിഫീറ്റഡ്, ഓൺലി ഡിസ്ട്രോയിഡ് അല്ലേ. മനുഷ്യൻ ജനിച്ചു തന്നെ എന്തിനു വേണ്ടി? എന്തായിരുന്നു? വേദനകൾ സഹിക്കുന്നതാ അല്ലേ. മനുഷ്യൻ്റെ ജനനം വേദനകൾ സഹിക്കാനുള്ളതാ. ഒരിക്കലും ഹി കുഡ് നോട്ട് ബി ഡിഫീറ്റഡ്, ഓൺലി ഡിസ്ട്രോയിഡ്. അതാണ് അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ഒരു നോവലിലെ മെസ്സേജ് എന്ന് പറയുന്നത് മനുഷ്യനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഓൺലി ഡിസ്ട്രോയിഡ്. എന്താ? ഡിസ്ട്രോയ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു യൂസേജ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ല. അതാണ് ഇത് ഈ ഒരു നോവലിൻ്റെ മെസ്സേജ്. ഓക്കെ. ബൈ മിഡ് ഡേ സാന്റിയാഗോ ഇൻഡ്യൂസ്ഡ് ദ മാർലിൻ ടു കം അപ്പ് ദ സർഫസ്. ദെൻ ഹി ചാർജ്ഡ് അറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാർപൂൺ. അപ്പോൾ ഈ മാർലിൻ എന്ത് ചെയ്യുന്നു? മാർലിനെ ഇങ്ങനെയൊക്കെ ഹൂക്കിൽ ഇങ്ങനെ വലിച്ചൊക്കെ കുറച്ച് ആ സർഫസിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വാട്ടർ സർഫസിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ആരാ? ഈ സാന്റിയാഗോ. എന്നിട്ട് സാന്റിയാഗോ എന്ത് ചെയ്യുമായിരുന്നു? സാന്റിയാഗോയുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഹാർപൂൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് ആരെ ചാർജ് ചെയ്തു? ഫിഷിനെ ചാർജ് ചെയ്തു. ഹി ഡെലിവേർഡ് എ ഫെയ്റ്റൽ ബ്ലോ. ദ ഫിഷ് കുഡ് നോട്ട് സസ്റ്റെയിൻ ഇറ്റ്. നല്ല ഒരു രീതിയിൽ ഒരു ഫെയ്റ്റലായിട്ടുള്ള ബ്ലോ കൊടുത്തു ഫിഷിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഫിഷിന് അതിനെ എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഫിഷിന് കറക്റ്റായിട്ട് ആ ഹാർപൂൺ കൊണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ആ ഒരു സ്ട്രഗിൾ അല്ലെ, 3 days ആ ഒരു സ്ട്രഗിൾ ഇപ്പോൾ ഓവറായി. ദ ന്യൂ പ്രോബ്ലം വാസ് ടു ബ്രിങ് ദ മാർലിൻ എഷോർ അല്ലേ. ഒരു പുതിയ പ്രോബ്ലം നമ്മുടെ സാന്റിയാഗോയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ മാർലിൻ ഫിഷിനെ എവിടേക്ക് എത്തിക്കണം? എഷോർ, കടൽ തീരത്തേക്ക് കൊണ്ടെത്തിക്കണം. സാന്റിയാഗോ കുഡ് നോട്ട് ഗെറ്റ് ദ ഫിഷ് ഇൻ ടു ദ ബോട്ട്. കാരണം നമുക്കറിയാമല്ലോ, സാന്റിയാഗോയ്ക്ക് ഫിഷിനെ ബോട്ടിലേക്ക് വയ്ക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ഈ ഫിഷ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു ബിഗ് ഫോർ ലോഡിങ് ഇറ്റ് അല്ലേ. അതായത് ഈ ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബിഗ് സൈസാണ് അല്ലേ. ഏകദേശം ഒരു 18 feet ഉണ്ട്. ബോട്ടിനെക്കാളും ബിഗ് സൈസാണ്. അതുകൊണ്ട് ബോട്ടിലേക്ക് അത് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹി ലാഷ്ഡ് ഇറ്റ് ഇൻ ടു ദ സൈഡ് ഓഫ് ദ ബോട്ട്. സോ അതിനെ ബോട്ടിൻ്റെ സൈഡിൽ തന്നെ അങ്ങ് ഇട്ടേക്കുകയായിരുന്നു. ആരാ? നമ്മുടെ സാന്റിയാഗോ. ഹി നിയർലി ഫെയിൻറ്റഡ് ഫോർ ദ ഫൈറ്റ് ഹാഡ് ബീൻ ടു എക്സോസ്റ്റിംഗ്. സാന്റിയാഗോ ഏകദേശം ഫെയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണിച്ച് ബോധം പോയി. കാരണം ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് അത്രയും എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു
ഫൈറ്റായിരുന്നു. എന്നിട്ട് സാന്റിയാഗോ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് എണീറ്റിട്ട് ഹി റോഡ് ഷോർവേഡ് അല്ലേ. എന്ന് ഷോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ, എഷോർ അല്ലേ, കടൽ തീരത്തേക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ കെയിം എ മൈറ്റി ഷാർക്ക്. ഇറ്റ് ടുക്ക് എ ബൈറ്റ് ഓഫ് സം 40 pounds ഓഫ് ദ ഫിഷ്. ഒരു ഷാർക്ക് വരുന്നതായിട്ട് തോന്നി. ആ ഷാർക്ക് എന്ത് ചെയ്തു, ഈ ഒരു നമ്മുടെ മാർലിൻ ഫിഷിൽ നിന്നും ഒരു 40 pounds ബൈറ്റ് ചെയ്തു. സാന്റിയാഗോ ഫുഡ് ഇറ്റ് ടു ഫിനിഷ്. സൂൺ ഇറ്റ് ഗോട്ട് ഡാർക്ക്. സാന്റിയാഗോ ഈ ഷാർക്കിനെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ സാന്റിയാഗോയ്ക്ക് അത് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ രാത്രി ആവുകയും ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, മോർ ഷാർക്സ് പ്രൈഡ് ഓൺ ദീസ് മാർലിൻ അല്ലേ. മാർലിനിലെ ഒരുപാട് ഷാർക്സ് വന്ന് എന്ത് ചെയ്യുക, കഴിക്കാൻ തുടങ്ങി. യു ആർ സെൽഫ്ലെസ് ടു ഡിഫെൻഡ് ഈ സ്കിൽ അല്ലേ. അപ്പോൾ മാർലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, സാന്റിയാഗോയ്ക്ക് കഴിഞ്ഞില്ല. ഓക്കെ. ആൻഡ് സാന്റിയാഗോ ഹാർഡ്ലി വിഷ്ഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് കിൽഡ് ദ മാർലിൻ അറ്റ് ഓൾ. സാന്റിയാഗോ ഒരുപക്ഷെ ആഗ്രഹിച്ചു പോയി, എന്താ, മാർലിനെ കൊല്ലണ്ടായിരുന്നു എന്ന് ആർക്ക് തോന്നി, സാന്റിയാഗോയ്ക്ക് തോന്നി. ആ മാർലിനെ ഹാർപ്പൂൺ വെച്ച് കൊന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബ്ലഡൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഷാർക്ക് വരുന്നതും. ഒരു ഷാർക്ക് വന്ന് മാർലിനെ ഈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒത്തിരി ഷാർക്സ് ഇങ്ങോട്ടേക്ക് വരുന്നു, മാർലിനെ വീണ്ടും കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ സാന്റിയാഗോ ഇത്രയും എടുത്ത ആ ഒരു എഫേർട്ട് യൂസ്ലെസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആൻഡ് ഹി ഷുഡ് നോട്ട് ഹാവ് സെർവ്ഡ് ദോസ് കാനിബാൾസ് ആൻഡ് സ്കാവഞ്ചേഴ്സ് ഓഫ് ദ സീ വിത്ത് സ്പെഷ്യൽ ഫിന്നി ഗസ്റ്റ് അല്ലേ. ഇത്രയും എഡിബിളായിട്ടുള്ള ഇത്രയും ഫ്ലഷുള്ള സാന്റിയാഗോയ്ക്ക് കിട്ടിയ ഗസ്റ്റിനെ ആർക്ക് കൊടുക്കേണ്ടി വന്നു, സീല സ്കാവഞ്ചേഴ്സിന്, കാനിബോൾസിന്. അതാരെ ഉദ്ദേശിക്കുന്നത്, ഷാർക്കിനെ അല്ലേ. ഷാർക്കിന് കൊടുക്കേണ്ടി വന്നു സാന്റിയാഗോയ്ക്ക്. ഹി കെയിം ബാക്ക് ടു ദ ഫിഷിംഗ് ഹാർബർ ഇൻ ഹിസ് വില്ലേജ് നിയർ ഹവാന വിത്ത് ദ മാർലിൻ സ്കെൽട്ടൺ ഫാസ്റ്റൻ ടു ദി സൈഡ് ഓഫ് ദ സ്കീപ്പ്. അപ്പോൾ എന്തായാലും സാന്റിയാഗോ തിരിച്ചു വരുന്നു. പക്ഷേ ബോട്ടിൻ്റെ സൈഡിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ മാർലിൻ ഫിഷിൻ്റെ സ്കെൽട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഡിബിളായിട്ടുള്ള പാർട്ട് ഫുള്ളും ആര് കഴിച്ചു, ഷാർക്സ് കഴിച്ചു. സാന്റിയാഗോ കുഡ് നോട്ട് ബി ഡിഫീറ്റഡ് അല്ലേ. സാന്റിയാഗോയുടെ ആ ഒരു ഇതിലേക്കെത്തി, ആൻഡ് വില്ലേജിലേക്ക് എത്തി കേട്ടോ. പക്ഷേ സാന്റിയാഗോയുടെ കയ്യിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്കെൽട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഫിഷർമാൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സാന്റിയാഗോയുടെ കിട്ടിയ അൺയൂഷ്വൽ ക്യാച്ചിനെ കാണാനായിട്ട് ഓടിപ്പോവുകയാണ്. സാന്റിയാഗോ വെൻറ്റ് ഇൻ ദി സ്മോൾ ഹട്ട് ആൻഡ് സ്ലെപ്റ്റ്. സാന്റിയാഗോയുടെ ആ ചെറിയ കുടിലിൽ ഹട്ട് സാന്റിയാഗോ അവിടെ പോയി എന്ത് ചെയ്യുക, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അത്രയും എക്സോസ്റ്റഡ് ആയിരുന്നു സാന്റിയാഗോ. മനോലിൻ ബോട്ട് ഹിം സം കോഫി. അപ്പോൾ മനോലിൻ അല്ലേ, സാന്റിയാഗോയുടെ ഫ്രണ്ടാണ്, യങ് ഫ്രണ്ടാണ്, സാന്റിയാഗോയെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ് അല്ലേ. അപ്പോൾ മനോലിൻ എന്ത് ചെയ്തു, സാന്റിയാഗോയ്ക്ക് കുറച്ച് കോഫിയൊക്കെ കൊണ്ടു കൊടുത്തു. ഹി വെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ബിഗ് ഫിഷർമാൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫിഷ് അല്ലേ. ഫിഷിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അത്രയും എന്ത് ചെയ്തു, വിഷമിക്കുകയാണ് ആര് ചെയ്തത്, മനോലിൻ ചെയ്തത്. ഹി കെയർഡ് എ ഡാം ഫോർ ദ ഫിഷ് ദാറ്റ് ഹി ഹാഡ് caught those 3 days. സാന്റിയാഗോ കുഡ് നോട്ട് ബി ഡിഫീറ്റഡ്. അപ്പോൾ സാന്റിയാഗോയുടെ ആ ഒരു മെൻ്റൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹി കുഡ് നോട്ട് ബി ഡിഫീറ്റഡ്, തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹി കുഡ് ഓൺലി ബി ഡിസ്ട്രോയിഡ് ഫോർ as he slept in his small cabin. എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഡിസ്ട്രോയ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും സാന്റിയാഗോയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് സാന്റിയാഗോ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സാന്റിയാഗോയുടെ ആ ഒരു സ്മോൾ ഹട്ടിൽ സാന്റിയാഗോ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ സാന്റിയാഗോ ഡ്രീം ചെയ്യാൻ തുടങ്ങി യങ് ലയൺസ് ഓൺ ദി ആഫ്രിക്കൻ ബീച്ച്. ആഫ്രിക്കൻ ബീച്ചിലെ യങ് ലയൺസിനെ സാന്റിയാഗോ ഡ്രീം ചെയ്യാൻ തുടങ്ങി. അതായത് സാന്റിയാഗോ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു കറേജിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. സാന്റിയാഗോയ്ക്ക് വീണ്ടും ആ ഒരു കറേജും സാന്റിയാഗോ വീണ്ടും അച്ചീവ്മെൻറ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങി, കറേജിയസ് ആയിട്ട് മാറാൻ തുടങ്ങി. അതുകൊണ്ടാണ് ലയൺസിനെ ഡ്രീം ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മെയിനായിട്ട് എസ്സേയാണ് ചോദിക്കുന്നത്. ആൻഡ്
ദി നോവൽ ഈസ് ദ സ്റ്റോറി ഓഫ് മാൻസ് പ്ലേസ് വിത്തിൻ നേച്ചർ. കേട്ടോ, നേച്ചറിൽ മനുഷ്യൻ്റെ പ്ലേസ് എന്താണ്, അതിനെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിനി കുറച്ച് പോയിൻറ്റ്സ് കൂടെ പറയാനുണ്ടെങ്കിൽ, ഈ ലയൺസൊക്കെ അസോസിയേറ്റഡ് വിത്ത് യൂത്ത് ആൻഡ് ഇന്നസെൻസ് എന്ന് പറയാം. ലയൺസൊക്കെ സിമ്പിൾസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സാന്റിയാഗോ എന്ന് പറയുന്ന ഓൾഡ് മാൻ ലയൺസിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? ആസ് എ സിമ്പിൾ ഓഫ് യൂത്ത് ആൻഡ് ഇന്നസെൻസ് എന്നാണ്. അയാൾ ഓൾഡ് ആണെങ്കിൽ അയാളുടെ മനസ്സിൽ എങ്ങായിട്ടുള്ള ആ ഒരു സ്റ്റേജിൻ്റെ ഐഡിയാസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.